വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, അങ്ങനെ വീണ്ടും ഒരു പരീക്ഷാ ചൂടിലേക്ക് കേരളം കടക്കുകയാണ്, വിദ്യാർത്ഥികൾ കടക്കുകയാണ്. അപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പഴയ പരീക്ഷാ കാലവും കോപ്പി അടിച്ചതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? തീർച്ചയായും, അതായത് ഒരു പരീക്ഷാക്കാലം കൂടി വരികയാണ്. പക്ഷേ നമ്മളൊക്കെ പരീക്ഷ എഴുതിയ കാലഘട്ടത്തിൽ ഉള്ളതുപോലെയൊന്നുമല്ല. കുട്ടികളൊക്കെ വളരെ കൂളായാണ് പരീക്ഷ എഴുതാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. തൊട്ട് അപ്പുറത്തായി അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള സമ്മർദ്ദവും വേണ്ട, എല്ലാ തരത്തിലും സന്തോഷത്തോടെ പരീക്ഷ എഴുതണം എന്നുള്ള നിർദ്ദേശമൊക്കെ വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും 9:30 തന്നെ പരീക്ഷ ആരംഭിക്കും. പഠിച്ചതല്ല, കൂളാണ്. ഇത്രയും സന്തോഷത്തിൽ പരീക്ഷ എഴുതാൻ വന്ന ഒരാളെ കണ്ടിട്ടുണ്ട്. ഏതാ? മലയാളം. നേരത്തെ തന്നെ പഠിച്ചു. സൂപ്പർ ആയിരിക്കും. 10ാം ക്ലാസ് അല്ലേ? പ്ലസ് 2 ഓക്കെ. 9:30 ക്ലാസ് കയറിയിട്ട് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം, 9:45 പരീക്ഷ. ജിൽസി, ഇതാണ് വളരെ കൂളായി പരീക്ഷ എഴുതാനെത്തിയ കുട്ടികളാണ് ഉള്ളത്. എന്തായാലും 3031 കേന്ദ്രങ്ങളാണ് നിലവിൽ സംസ്ഥാനത്തിന് അകത്ത് പരീക്ഷയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. 4,17,497 വിദ്യാർത്ഥികളാണ് കേരളത്തിൽ ഇത്തവണ പരീക്ഷ എഴുതുക. ഒപ്പം തന്നെ ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഇത്തവണ ലക്ഷദ്വീപിലും കേരളത്തിലും മാത്രമാണ് SLC പരീക്ഷകൾ നടക്കുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ പരീക്ഷകൾ നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ പരീക്ഷകൾ നിലവിൽ എന്തായാലും മാറ്റിവെച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അവസാനഘട്ട പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി അവർ അവസാന ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ മറച്ചു നോക്കുന്ന തിരക്കിലാണ്. അത് നമുക്ക് കാണാം. എല്ലാം കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ ആയി. ഇനി എക്സാം എഴുതിയാൽ മതി. അവസാനത്തെ ഭാഗം നോക്കുകയാണ്. ഹയർ സെക്കൻഡറി ആണല്ലേ? ഓക്കെ. എന്തായാലും അത്തരത്തിൽ തന്നെയാണ് പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥികൾ പൂർണ്ണമായും പരീക്ഷ. അപ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് വിജിൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ അങ്ങനെ പേടിച്ച് വലിയ ആദ്യോടെ പോയതുപോലെയൊന്നുമല്ല. അവരൊക്കെ വളരെ കൂളാണ്, വളരെ ആത്മവിശ്വാസമുള്ള ഒരു തലമുറയാണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. പരീക്ഷകളൊക്കെ തുടങ്ങട്ടെ. ഇതിലും വലിയ പരീക്ഷകളൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ നേരിടാം. അപ്പോൾ പിന്നെ ഈ ഒരു ചെറിയ പരീക്ഷയല്ലേ, കടന്നു പോകട്ടെ. എല്ലാവർക്കും ആശംസകൾ കൂടെ നേരുന്നു.